ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യരുടെ മനസ്സിനെ തുറക്കുന്ന, ഈമാനിന്റെ ചിന്ത തരുന്ന പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുണ്ട്. നമ്മളെല്ലാവരും വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന പോലെയാ ഈ ദുനിയാവിന്റെ നശ്വരതയെ മറന്നിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നുന്നത്. ഇതൊക്കെ നശിച്ചു പോകും. ഈ കാണുന്ന അനുഗ്രഹങ്ങൾ താൽക്കാലികമാണ്. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും നാളെ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കില്ല. ഈമാൻ ഉണ്ടോ എന്നത് അളക്കാനുള്ള ചില ആയത്തുകളുണ്ട്. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് അളക്കാൻ ചില ആയത്തുകളാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ ഈ അർത്ഥത്തിൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. നശ്വരമായ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ പോലെയല്ല. എപ്പോ വേണമെങ്കിലും നശിക്കാവുന്ന ഈ അനുഗ്രഹങ്ങളെ സൃഷ്ടിച്ച, ഈ ലോകത്തെ തന്നെ പടച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്ന അവന്റെ കാഴ്ചപ്പാടുകൾ. നശ്വര ലോകത്തെക്കുറിച്ചുള്ള ഖുർആനിന്റെ വിലയിരുത്തലുകൾ നമ്മുടെ മനസ്സ് തുറപ്പിച്ചു കളയും. അല്ലാഹു ഈ ആയത്തിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിൽ തന്നെ അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ഹദീദിന്റെ ആയത്ത് മിക്കവാറും ഖുർആൻ ഈ നശ്വരമായ ലോകത്തെ ഉദാഹരിക്കുന്നത് മഴയെപ്പോലെയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മഴ കൊണ്ടുണ്ടാവുന്ന നനവും ആ മഴയിൽ കിളിർത്തു വരുന്ന ചെടികളും ആ മഴയുമായി ബന്ധപ്പെട്ടതൊക്കെ ഒരു താൽക്കാലിക, കുറച്ചു കഴിഞ്ഞാൽ അതങ്ങ് മഴ മാറിയാൽ അങ്ങ് മാറും. ഇതൊക്കെ നമ്മുടെ നിത്യാനുഭവങ്ങളാണ്. നശ്വരമായ ഈ ലോകത്തിന്റെ ശാശ്വതമായ അവസ്ഥയെ സങ്കല്പിച്ച ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതൊക്കെ എന്നുണ്ടാവുന്ന നമ്മുടെ മനസ്സൊരു മയക്കത്തിലാണ്, അതിനെ ഉണർത്താണ് നശ്വരമായ ലോകത്തെക്കുറിച്ചുള്ള ഖുർആനിന്റെ വിലയിരുത്തൽ. ചില ആയത്തുകളിലേക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവും വസീനത്തുൻ വതഫാഖുറും ബൈനകും وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يكيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സൂറത്തുൽ ഹദീദിന്റെ ആയത്തുകളാണ്. അല്ലാഹു പറയാണ്, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം, എപ്പോഴും അതേക്കുറിച്ചൊരു ഓർമ്മ വേണം. തീർച്ചയായിട്ടും ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് ലഅബും ലഹുബും ആണ്. ലഅബ് എന്ന് പറഞ്ഞാൽ കളികൾ, ലഹുബ് വിനോദങ്ങൾ. അങ്ങനെയല്ലേ? എല്ലാം ഒരു കളിതമാശ പോലെ. ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദമായിട്ട് മനുഷ്യർ കാണാം. മാത്രമല്ല വസീനത്തുൻ, ചില അലങ്കാരങ്ങൾ, ചില ഡെക്കറേഷൻ, ചില സെലിബ്രേറ്റിംഗ്. അതാണ് ഇപ്പൊ ദുനിയാവ്. കളി, വിനോദം, അതുപോലെ തന്നെ ചില സെലിബ്രേഷൻ, ആഘോഷങ്ങൾ, അതുപോലെ തന്നെ വതഫാഖുറും ബൈനകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദുരഭിമാനങ്ങൾ. അതാണ് ദുനിയാവ്. വതകാസുറും ഫിൽ ഔലാദി വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലും, സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിലുള്ളതായ പൊങ്ങച്ചം.
അതല്ലാതെ പിന്നെന്താ ദുനിയാവ്? ഇങ്ങനെയുള്ള ഈ ദുനിയാവുണ്ടല്ലോ, അള്ളാഹു എത്ര നിസ്സാരമായിട്ട് താറടിച്ച ഈ ദുനിയാവിനെ കാണിച്ചു. ഈ ദുനിയാവൊക്കെ മസലി ഗൈസ്, ഒരു മഴ പെയ്ത പോലെ. ആ മഴ കർഷകനെ അത്ഭുതപ്പെടുത്തി. ആ മഴയിൽ കിളിർത്തുണ്ടായതൊക്കെ വല്ലാതെ പ്രൗഢി കാണിച്ചു. കുറെ കഴിഞ്ഞപ്പോ മഴയൊക്കെ മാറി വെയില് വന്നു തുടങ്ങിയപ്പോ മുളച്ചുണ്ടായതൊക്കെ ഉണങ്ങാൻ തുടങ്ങി. പിന്നെ ഉണങ്ങിയത് ചണ്ടികളായി. ഇതാ ദുനിയാവ്. ദുനിയാവ് ഇത് പറഞ്ഞങ്ങനെയാ. ഒരു മഴ പെയ്ത് കിളിർത്തുണ്ടായത് മഴ മാറി പിന്നെ ഉണങ്ങും. നമ്മൾ കാണുന്നതാണ്. അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. എന്നാൽ കേട്ടോളൂ, ആഖിറെന്ന് പറഞ്ഞാൽ ശക്തമായ ശിക്ഷകൾ വരാനുള്ള ലോകമാണ്. അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഒരു മഹത്തായ മഗ്ഫിറത്തിന്റെ പദവി വരാനുള്ള ലോകമാണ്. അള്ളാഹിന്റെ തൃപ്തിയുമുണ്ട് അവിടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ദുനിയാവിനെ പടച്ച തമ്പുരാൻ ഈ ദുനിയാവിനെ കുറ്റം പറഞ്ഞു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇതൊരു വഞ്ചനയുടെ പ്രൊഡക്റ്റാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിന്റെ പിന്നാലെ പോയാൽ വഞ്ചിക്കപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞതൊക്കെ വഞ്ചനയുടെ അനുഭവങ്ങളായിരിക്കും. ഇതെല്ലാം വഞ്ചിക്കും നിങ്ങൾ. അതുകൊണ്ടൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന ബോധം വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടതല്ലേ, ഇവിടെ കിട്ടില്ല അവിടെ കിട്ടണമല്ലോ, അതിനുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ളിൽ നിന്നും കൊത്തി വലിക്കുന്ന പോലത്തെ ഒരു വിചാരമുണ്ട്. അതിനെ ഈമാൻ എന്ന് പറയാം. ഹൃദയത്തിൽ ഈമാനുണ്ടോ എന്ന് അളക്കാനുള്ളതാണ് ഈ ആയത്ത്. നേരത്തെ പറഞ്ഞ ദുനിയാവ്, കളി, വിനോദം, ദുരഭിമാനം, പൊങ്ങച്ചം, സമ്പാദിക്കൽ, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു മഴ പോലെ, ഒരു മഴ പെയ്തു പോയ പോലെ അങ്ങ് തീരും. ഈ ഒരു ആയത്ത് പോലെ ഒരാളുടെ ഹൃദയം നന്നാവാൻ ഒറ്റ ആയത്ത് മതി. ഈമാൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ആയത്ത് കേട്ടാൽ മതി. ചിന്തിപ്പിക്കാണ് അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അടുത്ത ആയത്ത് കേട്ടോളൂ. അതുകൊണ്ട് നിങ്ങളുടെ സമയം കളയല്ലേ. വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ്. നേരം കളയല്ലേ, വേഗം വായോ. എങ്ങോട്ട്? അള്ളാഹു പുറത്തു തരുമെന്ന ഒരു പരിഗണന അവന്റെ അടുക്കലുണ്ട്. മഗ്ഫിറത്ത് എന്ന പദവി അത് നേടാനും അതോടൊപ്പം അതിനുശേഷം കിട്ടുന്ന സ്വർഗം പ്രാപിക്കാനും നിങ്ങൾ ധൃതി വെച്ചോളൂ. ഏതാ സ്വർഗം എന്നറിയോ? നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കാണാത്തവൻ എഴുതിയത് വായിച്ചതല്ലേ ഉള്ളൂ. കാണാത്തവൻ പ്രഭാഷണം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടതല്ലേ ഉള്ളൂ. സ്വർഗത്തെ പടച്ച അല്ലാഹ് അതിന്റെ ഒരു ചെറിയ ലളിതമായ അവതരണം പറയുകയാണ്. സ്വർഗത്തിന്റെ വിശാലത മാത്രം പറയാം. ആകാശവും ഭൂമിയും നിരത്തി വച്ചാൽ എത്രയോ അതിനപ്പുറം. ആകാശത്തെയും ഭൂമിയെയും നിരത്തി വച്ചാൽ ഭൂമി തന്നെ മനുഷ്യൻ കണ്ടിട്ടില്ല. എന്തിനേറെ കടൽ തന്നെ കണ്ടിട്ടില്ല. കടല് തന്നെ കണ്ടിട്ടില്ല. ആമസോൺ നദി കണ്ടു കഴിഞ്ഞിട്ടില്ല. ആമസോൺ മഴക്കാടുകൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ തന്നെ കരയെന്ന് പറയപ്പെടാൻ പറ്റുന്ന ഭാഗം തന്നെ മനുഷ്യൻ കണ്ടിട്ടില്ല. പിന്നെ കരയേക്കാൾ എത്രയോ ഇരട്ടിയുള്ള കടൽ കണ്ടു. ഭൂമി തന്നെ കണ്ടിട്ടില്ലല്ലോ. ഒരേ സമയം കണ്ടു തീർക്കാൻ കഴിയില്ലല്ലോ മനുഷ്യന്റെ കണ്ണിന്. ആ മനുഷ്യനോടാ പറഞ്ഞത് ഭൂമിയൊന്നുമല്ല, ഭൂമിയെക്കാളും ആകാശത്തെക്കാളും ഒക്കെ എല്ലാ ആകാശങ്ങളും ഭൂമിയുടെ തട്ടുകളും നിരത്തി വെച്ചാൽ അതിനപ്പുറം സ്വർഗത്തിന്റെ വരും. അത്രേ മനസ്സിലാക്കുക സ്വർഗത്തെ കുറിച്ച്. ആ സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പറയുന്നത് ആർക്കുള്ളതാണെന്നറിയുമോ? അള്ളാന്റെ ഔദാര്യ ഇത് മുത്തഖീങ്ങൾക്കുള്ളതാ. ഇത് ഈമാനുള്ളവർക്ക് വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ളതാ. അള്ളാഹു അതിൽ പെടുത്തട്ടെ. അള്ളാഹു അതിൽ പെടുത്തട്ടെ. ഈമാനുള്ളവർക്കുള്ളതാ ഈ സ്വർഗം. ഈമാൻ എവിടെയാ നമുക്ക് പാളിപ്പോവാ എന്നറിയോ? ഒരു സങ്കടം വരുമ്പോൾ ഈമാൻ പാളും, അള്ളാഹുവിനെ കുറ്റം പറയും നമ്മൾ. ഒരു സന്തോഷം വരുമ്പോഴും അള്ളാഹനെ മറക്കും, എന്നിട്ടും പറയും റബ്ബിനെ കുറ്റം. എന്തുകൊണ്ട് പടച്ചു?
സങ്കടം വരുമ്പോ പറയൂലോ, ഞാൻ ഇത്രയും നിസ്കരിച്ചു വന്നിട്ട് എനിക്കാണല്ലോ ഇടങ്ങേറ്, പറയാറില്ലേ? ഞാൻ മദ്രസ നിർമ്മാണത്തിന് 50 ചാക്ക് സിമന്റ് കൊടുത്തതിന്റെ പിറ്റേന്നാ എനിക്ക് ആ മുസീബത്ത് വന്നത്. അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയൂലേ? ഈമാനിനെ അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ഈമാനെ പരീക്ഷിക്കാണ്. അടുത്ത ആയത്ത് കേട്ടോട്ടോ, അടുത്ത ആയത്ത് കേട്ടോളൂ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്ക് വരുന്ന ഏത് മുസീബത്തും, നിങ്ങൾക്ക് ഭൂമിയിലെ ജീവിതത്തിൽ വരുന്ന മുസീബത്ത്, നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന വേദനകൾ, രോഗങ്ങൾ, മുസീബത്തുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് ദുരന്ത ദുരിതങ്ങളും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ഈ മുസീബത്ത് സംഭവിക്കുന്നതിന്റെ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇത് അല്ലാഹുവിന്റെ മുന്നിൽ രേഖയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇതൊക്കെ അല്ലാഹുവിന് എളുപ്പമാണ്. ഇതിവിടെ സംഭവിക്കുന്നതിന് മുമ്പേ അവിടെ രേഖയാണെന്ന് ഖുർആൻ. ഇതിവിടെ സംഭവിക്കുന്നതിന് മുമ്പ് അവിടെ രേഖയാണ്. എന്തിനപ്പോ ഇത് നേരത്തെ രേഖയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നെന്തിനാണെന്നറിയോ? ഇത് ഈമാന്റെ ഭാഗ. ഇവിടെ സംഭവിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരാണെന്നുള്ളത് ഈമാന്റെ ഭാഗ. ഖദറിലുള്ള വിശ്വാസം അതില്ല മനുഷ്യരിൽ. അള്ളാഹ് കണക്കാക്കിയത് എന്നതിലൊരു വിശ്വാസം വേണം. ഈമാൻ കാര്യങ്ങളിൽ പെട്ടത്, ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണിത്. 6 കൊണ്ട് എണ്ണി നോക്കുമ്പോ അറിയാം ഇതൊക്കെ അള്ളാഹ് കണക്കാക്കിയതാണ് എന്നൊരു വിശ്വാസം ഉണ്ട്. അതിന്നില്ല. ആ വിശ്വാസം നഷ്ടപ്പെടലാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്ന് ദുഃഖിക്കല്ലേ. അങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ ഒരു വിവരം നേരത്തെ തരുന്നത്. വലാ തഫ്റഹൂ ബിമാ ആതാകും, അല്ലാഹ് തന്ന നിഅമത്തുകളിൽ മതിമറന്ന് സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് റബ്ബി വിവരം നിങ്ങളെ നേരത്തെ അറിയിച്ചത്. അല്ലാഹു ഈമാൻ തരട്ടെ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു മഴ പെയ്തു പോകുന്ന പോലെ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളതൊക്കെ. നമ്മുടെ വാഹനം, ജോലി, വരുമാനം, ആരോഗ്യം, കുടുംബത്തിലെ സ്നേഹം, ഇണക്കം, ഐക്യം. ചിലര് പറയാറുണ്ട് ഒരു പെണ്ണ് കെട്ടിയാ അറിയാം അവന്റെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറുന്നു. ഒക്കെ നൈമഷികാണെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ ആവണില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ ചർച്ച പ്രധാനമായും ആ ഭാഗത്തേക്ക് വരുന്നത്. നമുക്ക് സ്വന്തം കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നവർ അങ്ങോട്ട് ആവണില്ല എന്നുള്ളൂ. സൗഭാഗ്യങ്ങളൊക്കെ ഒരു പെയ്തിറങ്ങുന്ന വെള്ളം പോലെ, മഴ പോലെ എന്നാ ഖുർആൻ പറയുന്നത്. ഏത് സൗഭാഗ്യം ശാശ്വതമല്ലല്ലോ. അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ശാശ്വതമായ സൗഭാഗ്യങ്ങൾ എവിടെയില്ല. അല്ലാഹ് അല്ലാത്ത ഒക്കെ നശിച്ചു പോകുന്ന പാടിയവരാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടവര്. ഏറ്റവും വലിയ ബുദ്ധിമാൻ അങ്ങനെ പാടും. സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്ത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് فأصبح حسيما تذروه الرياح وكان الله على كل شيء مقتدرا. ഈ ദുനിയാവിന്റെ അനുഭവം ആകാശത്തുനിന്ന് പെയ്തിറങ്ങിയ മഴ പോലെ. അതിൽ കിളിർത്ത ചെടികൾ തഴച്ചു വളർന്ന് പിന്നൊരു വെയിൽ വന്നപ്പോ വാടിയും കരിഞ്ഞും അവസാനം തദ്റൂഹു റിയാഹ്, കാറ്റത്ത് പറക്കുന്ന പുൽത്തകിടുകളും വൈക്കോൽ തുരുമ്പുകളുമായി മാറിയത്. അത്രേ ഉള്ളൂ. ഒരു മഴ പെയ്ത് കഴിയുന്ന പോലെ ഉള്ളൂ നിങ്ങളുടെ അനുഗ്രഹം. ഓർത്തു വെച്ചോണം, തരാൻ കഴിവുള്ളവൻ തിരിച്ചു വാങ്ങാനും കഴിവുള്ളവനാ. അള്ളാഹു അതിന് കഴിവുള്ളവനാണെന്ന ബോധം നിങ്ങൾക്ക് വേണമെന്ന് ഖുർആൻ. എന്നിട്ട് പറയാണ്, ദുനിയാവെന്ന് പറഞ്ഞാൽ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, സമ്പത്തും സന്താനങ്ങളും ഈ ഭൂമിയുടെ അലങ്കാരങ്ങൾ മാത്രമാണ്. والباقيات الصالحات خير عند ربك ثوابا وخير املا.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശാശ്വതമായതൊക്കെ ഒരു 10 ദിക്ർ ഇല്ല, അത് അവിടെ കിട്ടും. 1000 രൂപ സ്വതക്ക ചെയ്താൽ അത് അവിടെ കിട്ടും. നല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടും, അല്ലാതെ ഒന്നും കിട്ടൂല. ഒന്നുകൂടി ആവർത്തിച്ച് ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞു, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാ മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ് മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം ഹത്താ إذا أخذت الأرض زخرفها. എന്ത് മനോഹരമായ ചിന്തനീയമായ വാക്കുകളാണെന്നറിയോ? തീർച്ചയായും ഈ ദുനിയാവിനോട് ഒരു ഉദാഹരണം പറയാൻ, ദുനിയാവിനെ എവിടെയാ സാദൃശ്യപ്പെടുത്താൻ പറ്റാതറിയോ? ദുനിയാവിനെ ഉദാഹരിക്കാൻ ശ്രമിച്ചാൽ ഇത്രേ ഉള്ളൂ, കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തുനിന്ന് വന്ന വെള്ളം പോലെ. ഇപ്പൊ നമ്മൾ കുറെ ആയത്തുകളൊക്കെ ഇവിടെ ഓതി. എല്ലാ ആയത്തിലും ദുനിയാവിനെ പറഞ്ഞത് ആകാശത്തിലെ വെള്ളം പോലെ എന്നാണ്. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മഴ പോലെ എന്ന് പറഞ്ഞു. എന്താണ് ഇപ്പൊ ഇങ്ങനെ കൂടെ കൂടെ മഴയെപ്പോലെയാണ് ദുനിയാവെന്ന് അള്ളാഹു ഇങ്ങനെ കൂടെ പറയാൻ എന്താ കാരണം എന്ന് പറയും? എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ആകാശത്തിൽ നിന്ന് വരുന്ന വെള്ളം, മനുഷ്യന് ലഭിക്കുന്ന വെള്ളം, അതിനോടാണ് ഈ ഭൂമിയിലെ ജീവിതത്തെ താരതമ്യം ചെയ്തിട്ട് റബ്ബ് പറയാറ്. ധാരാളം തഫ്സീറുകൾ സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചിന്തിപ്പിക്കുന്ന ഒരു തഫ്സീറാണ് തഫ്സീർ ഷൈറാവിയുടെ തഫ്സീർ. അതായത് 10 ന്യായങ്ങൾ ഇവിടെ കാണാനുണ്ട്. വെള്ളത്തോട് മഹാന്മാരായ തത്വജ്ഞാനികളായ സൂഫിയാക്കളും മുഫസ്സിരീങ്ങളും ഒക്കെ വെള്ളത്തോട് ദുനിയാവിന്റെ ജീവിതത്തെ താരതമ്യം ചെയ്യപ്പെട്ടതിന്റെ ന്യായം പറയുന്നത് 10 കാര്യങ്ങളാണ്. 1, അൽ മാഉ ലൈസ ലഹു ഖറാറുൻ വകദാലിക ദുനിയ. സമ്പത്ത് എന്ന് പറയുന്നത്, ദുനിയവിയായ അനുഗ്രഹം എന്ന് പറയുന്നതിന് സ്ഥിരമായ ഒരു സ്ഥലമില്ല. അത് ഇവിടെയാണ്, ഇപ്പൊ ഈ വീട്ടിലാണെന്ന് സമ്പത്തെങ്കിൽ നാളെ അടുത്ത വീട്ടിലേക്ക് അള്ളാഹു കൊടുക്കാം. ഇവിടെ സമ്പത്ത് ഇല്ലായ്മ വരാം. വെള്ളം ഏതുപോലെ, വെള്ളവും അതുപോലെ തന്നെയാണ്. വെള്ളം ഇപ്പൊ ഇന്ന സ്ഥലത്താവണമെന്നൊന്നുമില്ലല്ലോ. വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവും, അത് ഇന്ന സ്ഥലത്ത് നിന്നോളണമെന്നില്ല. വെള്ളത്തിന്റെ സ്വഭാവം ഒഴുകിപ്പോക്ക. നീ കേട്ടോളൂ, വെള്ളം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിക്കിടന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഭാവമാറ്റം വരും, പായല് കയറും, പിന്നെ ചീഞ്ഞ വെള്ളമാകും, പിന്നെ ദുർഗന്ധം വരും. വെള്ളത്തിന്റെ അവസ്ഥ അതുപോലെ തന്നെയാണ് ദുനിയാവ്. അതൊരാളിങ്ങനെ കൂട്ടിവെച്ചാൽ അത് ചീത്തയാവും. ഹറാമിയത്തായ പലതും അതിലേക്ക് കയറി വരും, ആ ജീവിതത്തിലേക്ക് വരും. അതിൽ കേട് വരുന്നതെടുത്ത് കൊടുത്തേക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേട്, അഴുക്ക്, അത് സക്കാത്ത. ഇനി കേട്ടോളൂ, മൂന്നാമത്തെ ബന്ധം എന്താൽ വെള്ളം എങ്ങനെയപ്പോ ഉണ്ടാവുക? വെള്ളം ഓരോ തുള്ളി ഇങ്ങനെ വന്നു ചേരും. അങ്ങനെയാണ് പല തുള്ളി പെരുവെള്ളമായി തീരുന്നത്. എന്നാൽ വെള്ളം പോകുന്നത് ഒറ്റയടിക്ക് ഒന്നിച്ചങ്ങ് പോകും. ഇതുപോലെയാണ് ദുനിയാവ് വന്നു കഴിഞ്ഞാൽ കുറേശ്ശെ വരാം, എന്നിട്ട് പോകുമ്പോ ഒന്നിച്ചൊരു പോക്കങ്ങ് പോകും. അതാണ് ദുനിയാവ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഒന്നങ്ങോട്ട് പോകും. അതിന്റെ കൂടെ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്, വെള്ളം എന്നത് അത് ഉൾക്കൊള്ളുന്ന പ്രതലത്തിന്റെ അടിഭാഗത്തെ മറച്ചു വെക്കും. വെള്ളം അങ്ങനെ കുറെ കിടന്നപ്പോ വലിയ ഒരു കിണറിന്റെ അടിയിൽ എന്താണെന്ന് കാണാൻ പറ്റില്ല വെള്ളം കിടന്നത് എന്ന പോലെയാണ് ദുനിയാവ്. പണം ഒരുപാട് കൂടി ഒരാളുടെ അപാകതകൾ കുറെ പണം വെച്ച് മറയ്ക്കാൻ പറ്റും, അയ്ബുകൾ മറയ്ക്കാൻ പറ്റും. നാലാമത്തെ ബന്ധമൽ വെള്ളത്തിന്റെ അടിസ്ഥാനം അത് ഉപയോഗമനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെയാണ് ദുനിയാവ്, അത് ഉപയോഗിക്കും തോറും സമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി കേട്ടോളൂ, വെള്ളം എന്നത് അഞ്ചാമത്തെ ബന്ധം നോക്കിക്കോ. വെള്ളം എന്ന് പറഞ്ഞാൽ അത് വലിയ സ്ഥലത്തും ഉൾക്കൊള്ളാം, ചെറിയ പാത്രത്തിലും വെള്ളം എടുത്ത് വെക്കാൻ പറ്റും. എന്ന പോലെ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവാം, അത് അല്പം ഉണ്ടാവാം. ഇപ്പൊ വലിയ മുതലാളിമാർക്ക് അതനുസരിച്ചുള്ള ദുനിയാവും, ചെറിയ ആളുകൾക്ക് അതനുസരിച്ചുള്ള ദുനിയാവും.
ആറാമത്തെ ബന്ധം, ഒരു മഴ ഇങ്ങ് പെയ്യുന്നുവെങ്കിൽ ആ മഴയെ തിരിച്ചയക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. ഇങ്ങോട്ട് വരുന്ന മഴയെ തിരിച്ചങ്ങോട്ട് വിടാൻ ഒരാൾക്കും കഴിയില്ല. എന്ന പോലെയാണ് ദുനിയാവ്. അള്ളാഹു ഒരാൾക്ക് ദുനിയാവ് സമ്പത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് പോലും അത് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. അള്ളാഹ് കൊടുക്കാൻ തീരുമാനിച്ചാൽ കിട്ടിയിരിക്കും. ഏഴാമത്തെ ബന്ധം, അൽമാഉ ഖലീലുഹു റയ്യുൽ ലിൽ അത്സാൻ വകസീറുഹു ദാം. ഒരാള് വെള്ളം അല്പാൽപ്പം കുടിക്കുകയാണെങ്കിൽ അത് ദാഹത്തിന് ശമന. എന്നാൽ വെള്ളം നിരന്തരം ഒരു ശരീരത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആന്തരിക അവയവങ്ങളിലും ദഹന പ്രക്രിയകളിലും അത് രോഗമായി മാറും. എന്ന പോലെ ആ ദുനിയാവ് അല്പാൽപമാണെങ്കിൽ അത് നല്ലതാ, അതിനപ്പുറത്തേക്ക് കടന്നാൽ അത് രോഗമാണ്, പ്രശ്നമാണ്. എട്ടാമത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ അമിതമായ വെള്ളം അത് കൃഷിയെ നശിപ്പിക്കുന്ന പോലെ അമിതമായ സമ്പത്ത് ഒരാളുടെ ഹൃദയത്തെ നശിപ്പിക്കുമത്രേ. ഒൻപതാമത്തെ ബന്ധം, വെള്ളം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും നല്ല വെള്ളമായി കൊള്ളണമെന്നില്ല. അതിൽ ചീത്തയായ വെള്ളമുണ്ട്, കലക്കലുള്ള വെള്ളമുണ്ട്, ചില വെള്ളം മലിനമാണ്. അതുപോലെ ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല മുതലല്ല, അതിൽ ഹറാമുണ്ട്, ശുബഹയുണ്ട്, ഹലാലുണ്ട്. നീ കേട്ടോളൂ, പത്താമത്തെ ബന്ധം, നല്ല വെള്ളമാണ് എങ്കിൽ അത് നജസിനെ ശുദ്ധിയാക്കുന്ന പോലെ നല്ല സമ്പത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നു. പാപങ്ങൾ പൊറുപ്പിക്കാൻ, പുറത്തു കളയാൻ, പാപങ്ങൾക്ക് മാപ്പ് അള്ളാഹു നൽകാൻ നല്ല സമ്പത്ത് കൊണ്ട് സാധിക്കും. സദഖ ചെയ്താൽ മതി. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുത്ഹിറുഹും തുതഖിറുഹും സദഖതൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സദഖ കൊണ്ട് ഒരു സമൂഹം നന്നാവാം. സദഖ കൊണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇഹലോക ജീവിതത്തോട് അമിതമായ താല്പര്യം ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കാം. ദുനിയവിയായ താല്പര്യങ്ങളിലേക്ക് ഒരു സമൂഹം ഇറങ്ങിയ ആ സമൂഹം നിലനിൽക്കില്ല. പുണ്യനബി പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുനൻ അബീ ദാവൂദിൽ ഒരു ഹദീസ് കാണാം, എന്റെ സമുദായത്തിന്റെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവർ ആ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്ന ആ മേശയുടെ ചുറ്റിലും നിന്ന് ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുന്ന പോലെ, പാത്രത്തിലേക്ക് കൈ നീട്ടുന്ന പോലെ പിൽക്കാലത്തിന്റെ സമൂഹത്തിന്റെ നേരെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൈനീട്ടലുകൾ സംഭവിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ കൈനീട്ടലുകൾ സംഭവിക്കുക ഈ സമൂഹത്തെ വലിച്ചു വാരാണല്ലോ. ഒരു സ്വഹാബി ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദിൻ യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ ആൾബലം കുറവാണോ? അവിടുന്ന് പറഞ്ഞു, അന്ന് നിങ്ങൾ നല്ല ആൾബലമുണ്ട്. വലാകിൻ ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒഴുകി വരുന്ന അരുവിയിലെയും തോടുകളിലെയും വെള്ളത്തിൽ കുളച്ചണ്ടി ഒഴുകി വരുന്ന പോലെ, മേൽപ്പായൽ ഒഴുകി വരുന്ന പോലെ നിങ്ങളിങ്ങനെ ഒഴുകി പോകും. നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു അവരുടെ മനസ്സിൽ നിന്ന് ആ ഭയവും ബഹുമാനങ്ങൾ എടുത്ത് മാറ്റും. നിങ്ങൾക്കറിയുമോ, അന്ന് നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു വേറെ ഒരു രോഗം തരും. ആ രോഗത്തിന്റെ പേര് വഹന് എന്നാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹന് എന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ വഹൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, സ്വന്തം മരണത്തെ ഓർക്കാൻ ഇഷ്ടപ്പെടൂല. സ്വന്തം മരണത്തെ, അങ്ങനെ ഒരു ദിവസം എനിക്ക് വരാനുണ്ടെന്നതിനെ കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുകയുമില്ല. ദുനിയാവിനോടുള്ള അമിതമായ ആർത്തിയുമാണ് വഹന് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു അവസ്ഥയിലപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഏറ്റവും നല്ല ഒരു വർത്താനുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും അതിനു മുമ്പേ ഉള്ള ഒരാളാണ്. അയാൾ ലബീദ് എന്നാണ് അയാളുടെ പേര്. ലബീദ് നബിയുടെ കാലഘട്ടത്തിലുള്ള ആളാണ്. 150-ലധികം വയസ്സ് ജീവിച്ചെന്ന് അയാളെ പറ്റി പറയുന്നു. ലബീദ് ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല വർത്താനം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം. അസ്ദഖു കലിമത്തിൻ ഖാലഹാ ശാഇർ കലിമത്തു ലബീദ് അലാ കുല്ലി ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിറു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് പറയുന്നുണ്ട്. അല്ലാഹ് അല്ലാത്ത എല്ലാം ഇവിടെ നിന്ന് ബാത്തിലാണ്, നശിച്ചു പോവേണ്ടതാണെന്ന് ലബീദ് പാടി. ആരായി ലബീദ്? അറബി കവികളിൽ വിശ്രുതൻ മഹാകവി.
ഫത്ഹുൽ ബാരിയിൽ കാണാം 150 കുറയാത്ത കാലം ജീവിച്ച മനുഷ്യനാണ്. 150 വർഷത്തിൽ കുറയാത്ത കാലം ജീവിച്ച ഒരു മനുഷ്യനാണ് ലബീദ്. അയാൾ പാടി അല്ലാത്ത എല്ലാം നശിച്ചു പോകും. ആ പാട്ടിന്റെ അംഗീകാരം കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ലബീദിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പൊ പാട്ടൊക്കെ നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ലബീദ് പറഞ്ഞു, ഞാൻ പാട്ട് നിർത്തി, ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പാട്ട് അൽ ബഖറ ഓതലാണ്. അള്ളാനെ പ്രകീർത്തിച്ച് ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ടിന് പകരം അള്ളാഹ് എനിക്ക് തന്നത് അൽ ബഖറയാണ്. അതുകൊണ്ട് ഇപ്പൊ പാട്ടൊക്കെ നിർത്തി, ഞാൻ അൽ ബഖറയിലാണ്. അൽ ബഖറ എനിക്ക് തരുന്ന ലഹരി വലുതാണ്. കേട്ടോളൂ, ഈ ലബീദ് കൂഫയിലാണ് ജീവിച്ചു പോന്നത്. അദ്ദേഹം കൂഫയിൽ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ മരണപ്പെടുകയും ചെയ്തേ. അദ്ദേഹത്തിന് റസൂലുള്ളാഹി കൊടുത്ത അംഗീകാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പാടി എന്നുള്ളതാണ്. അല്ലാഹ് അല്ലാത്ത എല്ലാം നശിക്കും. ഈ ഒരു ബോധ എല്ലാവർക്കും വേണം. അഹങ്കരിച്ച് ഇതൊക്കെ എന്നും നിലനിൽക്കുമെന്ന് തോന്നല നമ്മളെ പലപ്പോഴും ചീത്തയാക്കാം. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഒക്കെ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ ഒക്കെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ചില സംഭവങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അൽ കഹ്ഫ് അധ്യായത്തിൽ 2 സഹോദരന്മാരുടെ കഥ പറയുന്നുണ്ട്. ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു, മറ്റേ അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ചു ജീവിച്ചു. അഹങ്കാരി, ദുനിയാവ് കൊണ്ട് മതിമറന്നവൻ. അവരുടെ കഥ വളരെ ഹ്രസ്വമായ രീതിയിൽ പറയാം. പലപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്രിബ് ലഹും مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا. വേഗം പറയാം. അള്ളാഹു പറയുന്നു, 2 മനുഷ്യന്മാരെ അള്ളാഹു ഉദാഹരണമായി കാണിക്കാണ്. അതിലൊരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു, മറ്റേ ആൾക്ക് സമ്പത്തില്ല, നല്ല ഈമാനുണ്ട്. സമ്പത്ത് കൊടുത്ത ആളുടെ സമ്പത്ത് എന്താ? അള്ളാഹു അദ്ദേഹത്തിന് 2 തോട്ടങ്ങൾ കൊടുത്തു. ആ 2 തോട്ടവും മുന്തിരിത്തോട്ടമാണ്. ആ 2 തോട്ടത്തിന് അതിരായി അള്ളാഹു, അതിന് ചുറ്റിലുമായി അതിരായി അള്ളാഹു നിശ്ചയിച്ചത് ഈത്തപ്പന തോട്ടമാണ്. അപ്പൊ ഈത്തപ്പന തോട്ടം കൊണ്ട് അതിര് പങ്കിടുന്ന നടുവിലുള്ള മുന്തിരിത്തോട്ടം എന്തൊരു മനോഹരമായിരിക്കും. ചുറ്റും ഈത്തപ്പനത്തോട്ടം കൊണ്ട് മതില്, അതിരിട്ടിരിക്കുന്നത് ഈത്തപ്പനത്തോട്ടം കൊണ്ട്, 4 ഭാഗവും ഈത്തപ്പനത്തോട്ടം, അതിന്റെ നടുവിലായിട്ട് മുന്തിരിത്തോട്ടം 2 എണ്ണം. ഇനി കേട്ടോളൂ, ഇത് കൂടാതെയും വേറെയും ധാരാളം കൃഷികൾ ആ തോട്ടങ്ങളിൽ ഉണ്ട്. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ വലം തദ്രിം മിൻഹു ശൈഅൻ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ. ഈ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുന്ന വിളവുകളിലൊന്നും കീടങ്ങളോ പ്രാണികളോ പ്രാവുകളോ കിളികളോ ഒന്നും അതിൽ നശിപ്പിക്കുന്നില്ല. അതിലുണ്ടാകുന്ന കായ്ക്കനികളിൽ ഒന്നും തന്നെ വാടിക്കുഴഞ്ഞു വീഴാറില്ല. അത് എല്ലാ രീതിയിലുമുള്ള വിളവെടുപ്പിന്റെ ഏറ്റവും പരിപൂർണതയിൽ തന്നെ വിളവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടമാണ്. ഒരു കുറവുമില്ലാതെ വല്ല സമ്പുഷ്ടമായ വിളവാണ് അതിൽ നിന്നും വരുന്നത്, സുലഭം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ 2 തോട്ടങ്ങളുടെ പ്രത്യേകത, ഈ 2 തോട്ടങ്ങളുടെയും ഇടയിൽ വലിയൊരു ജലസമ്പത്തുണ്ട്, ഒഴുകുന്ന പുഴയുണ്ടെന്ന് ഖുർആൻ. അപ്പൊ ഇത്ര മനോഹരമായ ഒരു അനുഗ്രഹം. എന്നിട്ട് പറയുന്നു, കാനലഹു സമർ, ഈ മനുഷ്യനെ ഈ തോട്ടം കൂടാതെ വേറെയും ധാരാളം വരുമാനങ്ങളുണ്ട്. അപ്പൊ സമ്പന്നനായ സഹോദരൻ സമ്പത്തില്ലാത്ത തന്റെ മറ്റേ സഹോദരനോട് പറഞ്ഞു, അഹങ്കാരത്തോടെയും പൊങ്ങച്ചത്തോടും കൂടി പറഞ്ഞു, സംഘബലത്തിലും ഭൃത്യരിലും ജോലിക്കാരിലും അതുപോലെ അനുയായികളിലും സമ്പത്തിലും നിന്നെക്കാളും മുന്നിൽ ഞാൻ തന്നെയാടാ. അങ്ങനെ പറഞ്ഞു.
കിബറോടെ അഹങ്കാരത്തോടുകൂടി ഈ തോട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചപ്പോ അവൻ പറഞ്ഞു, മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ, ഈ കാണുന്ന അനുഗ്രഹങ്ങളൊന്നും ഒരിക്കലും നിന്നു പോവില്ല, ഒരിക്കലും അവസാനിക്കരുത്, എന്നും നിലനിൽക്കുന്നതാണ് എന്ന് അവന്റെ വായോണ്ട് പറയുകയും ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, സമ്പത്ത് തലയിലേക്ക് അങ്ങ് കേറിയിട്ട് അഹങ്കാരം മൂത്ത് പറഞ്ഞു, വമാ അദുന്നു الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. അവൻ പറഞ്ഞു, ഈ കാണുന്ന തോട്ടം ഒരിക്കലും നഷ്ടപ്പെടൂല എന്ന് മാത്രല്ല, ഖിയാമത്ത് നാളെന്ന് പറയുന്ന ഒന്നുണ്ടെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇനി അഥവാ ഖിയാമത്ത് നാളൊക്കെ ഉണ്ടായി റബ്ബിന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോകപ്പെട്ടു എന്ന് സങ്കല്പിച്ചോളൂ. ഈ പറയപ്പെട്ട റബ്ബുണ്ട്, റബ്ബിന്റെ മുന്നിൽ വിചാരണ മത്സരമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നാൽ അങ്ങോട്ട് പോവാണെങ്കിൽ തന്നെയും ഇപ്പൊ ഈ കിട്ടിയതിനേക്കാളും നല്ലത് എന്തായാലും അവിടെ എനിക്ക് കിട്ടും, അവിടെയും കിട്ടാതിരിക്കുന്നില്ല. കാരണം ഞാൻ അതിനുള്ള ആളുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം, ഞാൻ അതിനുള്ള ആളുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോ ഇതിനപ്പുറമുള്ളത് കിട്ടും എന്നയാള് പറഞ്ഞു. അപ്പൊ ഈ കൂട്ടുകാരൻ, ഈമാനുള്ള പാവപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു, എടോ അങ്ങനൊന്നും പറയല്ലേ, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ് ثم من نطفة ثم سواك رجلا. ഒന്നുമല്ലാതിരുന്ന മണ്ണിന്റെ പടപ്പേ, ഇന്ദ്രിയ തുള്ളികളിൽ നിന്നും പടക്കപ്പെട്ട മനുഷ്യ, നിനക്കൊരു ജീവിതം തന്ന് ഇവിടം വരെ എത്തിച്ച റബ്ബിനെ കൊണ്ട് നീ നിഷേധിക്കുന്നുവോ? നിനക്കറിയോ ഞാൻ അള്ളാഹുവിനെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്റെ റബ്ബി ഏകനാണെന്ന്. ലാ ഉശ്രികു ബി റബ്ബി അഹദാ, വലാ ഉശ്രികു ബി റബ്ബി അഹദാ, എന്റെ റബ്ബിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കില്ല. അള്ളാഹിന്റെ തൗഹീദ് എന്റെ മനസ്സിൽ തട്ടിയതാ. അതുകൊണ്ട് ഈ അഹങ്കാരത്തിന്റെ വർത്താനൊക്കെ നിർത്തിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കണോ? ഇനി പറയുന്ന ഒരു ദിക്റും കൂടി പറഞ്ഞുകൊണ്ട് നിനക്ക് നിന്റെ തോട്ടത്തിലേക്ക് കയറാം. സൂറത്തുൽ കഹ്ഫ് പഠിപ്പിച്ച ദിക്റാണിത്. നമുക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ടാവാം, വാഹനം തന്നിട്ടുണ്ടാവാം. നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകൾ നിലനിൽക്കാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ, അതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ അനുഗ്രഹങ്ങളാകുന്ന മക്കളെ കാണുമ്പോ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് കയറുമ്പോ, നമ്മുടെ ശമ്പളം കൈകൊണ്ട് വാങ്ങുമ്പോ, നമ്മുടെ സമ്പത്ത് നിലനിൽക്കാൻ ഇങ്ങനെ ഒരു ദിക്ർ ഉണ്ട്, അത് നീ ചൊല്ലിയേ പറ്റൂ എന്ന് കൂട്ടുകാരനെ ഉപദേശിച്ചതായി വെള്ളിയാഴ്ചയുടെ സന്ദേശമേ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്താണ്. വലൗലാ ദഖൽത വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിലേക്ക് നീ കയറുമ്പോ, അതായത് നമ്മോട് പറയണേ, നമുക്ക് അല്ലാഹു തന്ന ദുനിയവിയായ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, സ്ഥാപനത്തിൽ കയറുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, മക്കളെ കാണുമ്പോ, ശമ്പളം എണ്ണി വാങ്ങുമ്പോ, നമ്മുടെ വരുമാനങ്ങൾ കൈകൊണ്ട് സ്വീകരിക്കുമ്പോ, നമ്മുടേത് എന്ന് പറയുന്ന എന്തിനേയും നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മൾ പറയണം, മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആയത്തിൽ ഹൗല ഇല്ല, പക്ഷേ ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. പക്ഷേ ഇത് സംബന്ധമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഈ ദിക്റിന്റെ പരിപൂർണമായ രൂപം ഹദീസിൽ വന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിർദ്ദേശം തന്നിട്ടുണ്ട്. നമ്മുടെ നിഅമത്തുകൾ നിലനിൽക്കാൻ, സമ്പത്തുകൾ നമ്മുടെ കയ്യിൽ എന്നും ഉണ്ടാവാൻ. കൈ ഇങ്ങനെ ഓട്ടയാവില്ലേ? കയ്യിലെന്നും സമ്പത്ത് നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾ കടക്കാരനാവില്ല. ഇത് ചൊല്ലിയാ മതി. ലാ ഖുവത ലാ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ ചൊല്ലിക്കോളൂ. അതിന് എണ്ണൊന്നുമില്ല, അതങ്ങോട്ട് ചൊല്ലിയാ മതി. എന്തെങ്കിലും കാണുമ്പോ, നമ്മുടെ മക്കളെ കാണുമ്പോ മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതങ്ങനെ ചൊല്ലിയാ മതി, നിലനിന്നോളും. ഒരിക്കലും കയ്യിൽ പണമില്ലാതെ വരില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫഅസാ റബ്ബി അൻ യുഅതിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ് സമാ ഫതുസ്ബിഹ സ്വഈദൻ സലഖാ. നീ അഹങ്കരിക്കണ്ട, നിനക്ക് തന്നതിനേക്കാളും നല്ലത് തരാൻ എന്റെ റബ്ബിന് കഴിയും. നിന്റേത് നശിച്ചു പോവാനും സാധ്യതയുണ്ട്. അഹങ്കാരം വേണ്ടെന്ന സതുപദേശം, അല്ലെങ്കിൽ നിന്റെ തോട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ അനുഗ്രഹമെന്ന അതിന്റെ ഉറവകൾ വറ്റിപ്പോകുന്ന ഒരു പ്രഭാതവും നീ അഭിമുഖീകരിക്കേണ്ടി വരും. പരിഹാരം തേടിയാൽ നിനക്ക് പരിഹാരം കിട്ടാതെ വരികയും ചെയ്യും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ
അഹങ്കരിച്ചവന്റെ തോട്ടം അതൊരു സുപ്രഭാതത്തിൽ നശിച്ചുപോയി. അത് ജിബ്രീൽ അലൈഹിസ്സലാം നശിപ്പിച്ചു കളഞ്ഞുവെന്ന് ഖുർആൻ. അങ്ങനെ അവന്റെ അഹങ്കാരം പോയെന്ന്. അപ്പൊ ഈ കിട്ടിയ അനുഗ്രഹമൊക്കെ നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുദീർഘമാക്കുന്നില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഹൃദയം തുറക്കാൻ, ഈമാൻ കയറ്റാൻ ഈ ഖുർആനിക ചർച്ച ഒരു കാരണമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ കടബാധ്യത ഉള്ളവർ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കടങ്ങൾ വീട്ടണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കുക അല്ലാ. മക്കളുടെ വിവാഹങ്ങൾ നീ എളുപ്പത്തിലാക്കുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പ്രവാസികൾക്ക് 100 പ്രശ്നങ്ങളുണ്ട്, എല്ലാം നീ പരിഹരിക്കണേ അല്ലാ. ഈ ഉള്ളവൻ ജോലി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ സാഹിബിന്റെ പള്ളി മഹലിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ റബ്ബേ ദിവസങ്ങളായി വെന്റിലേറ്ററിലാണ്. സ്ട്രോക്ക് വന്ന 36 വയസ്സുകാരൻ വല്ലാത്ത അവസ്ഥയിലാണ്. അല്ലാഹുവേ അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കുന്ന പലരുമുണ്ട് തമ്പുരാനെ. പ്രത്യേകിച്ച് പ്രവാസി സഹോദരങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. റഹ്മാനായ തമ്പുരാനെ, ലക്ഷോപലക്ഷം വരുന്നതായ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോവാതെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ട്രീറ്റ്മെന്റിൽ റബ്ബേ അദ്ദേഹത്തിന് ആരോഗ്യം വരത്തക്ക രീതിയിലേക്ക് നവജീവൻ നിന്റെ അനുഗ്രഹമായി എത്താൻ നിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ വേണമല്ലാ. അല്ലാഹുവേ റബ്ബേ സമ്പത്തും സമയവും മറന്ന് അതിലേക്ക് ഇറങ്ങി തിരിച്ച പ്രവാസി സഹോദരന്മാർക്ക് റബ്ബേ നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ പ്രിയപ്പെട്ട സത്താർ എന്ന സഹോദരൻ സമസ്തയുടെ പ്രവർത്തകൻ ഈ ഉള്ളവന്റെ ഒരു സുഹൃത്താണ്. ഇക്കഴിഞ്ഞ ദിവസം റബ്ബേ മരണപ്പെട്ടിരിക്കുന്നു. ബഹുമാനായ സത്താർക്കാട് ഖബർ നീ സ്വർഗത്തിന്റെ കൊട്ടാരമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവിചാരിത നേരത്തുള്ള ആകസ്മിക മരണമാണ്. ആ കുടുംബം സങ്കടത്തിലാണ് അല്ലാ. അല്ലാഹുവേ ആ കുടുംബത്തിന് താങ്ങും തണലും നീയാവണേ തമ്പുരാനെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. എത്ര ഐശ്വര്യമുള്ള മുഖമാ, ചിരിച്ചിട്ടല്ലാതെ സംസാരിക്കാറില്ല. ആലിമീങ്ങളോട്, ഇൽമിന്റെ അഹ്ലുകാരോട് വല്ലാത്ത മഹബ്ബത്താ പ്രിയപ്പെട്ട സഹോദരന്. അല്ലാഹുവേ നീ ആദരിച്ചവരുടെ ഖബർ പോലെ ഖബർ സ്വർഗത്തിന്റെ കൊട്ടാരമാക്കണേ അല്ലാ. അല്ലാഹുവേ മനുഷ്യ സഹജമായ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയ സത്താർക്കാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.